Next topic is solution of non-homogeneous ODE, ordinary differential equations. There are two methods for solving non-homogeneous ODEs. There are method of undetermined coefficients and variation of parameters. First one is method of undetermined coefficients. ഇതിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ജനറൽ ഫോം എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ബൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആണ് ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിൽ ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അതൊരു നോൺ ഹോമോജീനിയസ് ODE ആവുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ y ഓഫ് എക്സ് ഈക്വൽ ടു വൈ എച്ച് ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് ആയിരിക്കും. വൈ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷനും, അതായത് ഹോമോജീനിയസ് പാർട്ട് മീൻസ് ദിസ് ഇക്വേഷൻ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻ്റഗ്രലിൽ നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ വൈ എച്ച് ഓഫ് എക്സിനെ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്നും കൂടി പറയും. ദാറ്റ് മീൻസ് നമ്മൾ അതിനെ ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കിയിട്ട് ഇക്വേറ്റ് ചെയ്ത് ആർ ഓഫ് എക്സ് 0 ആക്കിയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ഇതിൻ്റെ സൊല്യൂഷൻ ഹോമോജീനിയസിൽ കണ്ടുപിടിച്ച സെയിം മെത്തേഡിൽ കണ്ടുപിടിക്കും. ആ ഇക്വേഷനും നമ്മൾ വൈ പി ഓഫ് എക്സും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ആ ഫോർമുലയും കൂടി രണ്ടിലും കൂടി ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആൻസറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടോട്ടൽ സൊല്യൂഷൻ കിട്ടുന്നത്. ഇതിൽ നമ്മൾ വൈ പി ഓഫ് എക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പറയുന്നത്. വൈ എച്ച് ഓഫ് എക്സ് നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഹോമോജീനിയസ് പാർട്ട് സൊല്യൂഷൻ കാണാൻ നമുക്കറിയാം. വൈ പി ഓഫ് എക്സ് കാണുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. വൈ പി ഓഫ് എക്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ആർ ഓഫ് എക്സ് നോക്കിയിട്ടാണ്. ആർ ഓഫ് എക്സ് ഫംഗ്ഷൻ ഇതിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും, ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഫോമിൽ ഏതെങ്കിലും ആയിരിക്കും തരുന്നത്. ഈ ആർ ഓഫ് എക്സിനനുസരിച്ചാണ് നമ്മൾ വൈ പി ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ കെ ഇൻറ്റു കെ മീൻസ് ഒരു കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ് ഈക്വൽ ആണെങ്കിൽ നമ്മളതിൻ്റെ വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു ഇ റേസ് ടു ഗാമ എക്സ് ആയിരിക്കും. സെയിം എക്സ് റേസ് ടു എൻ ഫോമിലാണെങ്കിൽ അതിൻ്റെ വൈ പി ഓഫ് എക്സ് ഫോം എന്ന് പറയുന്നത് A0 പ്ലസ് A1x പ്ലസ് അപ് ടു AN എക്സ് റേസ് ടു എൻ വരെ ആയിരിക്കും. ഇനി കോസ് ഒമേഗ എക്സ് സൈൻ ഒമേഗ എക്സ് എന്നുള്ള ഫോമിലാണ് നമ്മൾ ആർ ഓഫ് എക്സ് എങ്കിൽ നമ്മുടെ സൊല്യൂഷൻ വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ് ആയിരിക്കും. ഇനി ഇ റേസ് ടു ഗാമ എക്സ് കോസ് ഒമേഗ എക്സ് അല്ലെങ്കിൽ ഇ റേസ് ടു ഗാമ എക്സ് സൈൻ ഒമേഗ എക്സ്, ഇ റേസ് ടുവിൻ്റെ ടേമും സൈൻ ഫംഗ്ഷനും ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതാണ് നമ്മൾ ആർ ഓഫ് എക്സ് എങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ഗാമ എക്സ് ഇൻറ്റു എ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ് ആയിരിക്കും നമ്മുടെ വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ഈ ആർ ഓഫ് എക്സിൻ്റെ ഫോമിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ വൈ പി ഓഫ് എക്സ് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫോം ഏതാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് കൂടാതെ ഇനി നമ്മൾ വൈ പി ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3 റൂളുകൾ കൂടിയുണ്ട്. അതാണ് ബേസിക് റൂള്, മോഡിഫിക്കേഷൻ റൂള്, സം റൂള്. അതിൽ ബേസിക് റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ആർ ഓഫ് എക്സിൻ്റെ ഈ ഒരു തന്നിരിക്കുന്ന ടേബിളിലെ ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ സെയിം ഫംഗ്ഷനായിട്ട് തന്നെ നമ്മൾ, അതായത് ഈ ഫോമിൽ എന്താണോ അത് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി മോഡിഫിക്കേഷൻ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈ പി ഓഫ് എക്സിൽ കറസ്പോണ്ട് ടു എ സിംഗിൾ റൂട്ട് ഓഫ് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ODE, അതായത് വൈ പി ഓഫ് എക്സിൻ്റെ ടേമിൽ ഏതെങ്കിലും നമ്മുടെ ഹോമോജീനിയസ് പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ, വൈ പി ഓഫ് എക്സിൻ്റെ ടേമും ഹോമോജീനിയസ് പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൂട്ട്സും സെയിം ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദിസ് ടേം ബൈ എക്സ്, ഒരു എക്സ് കൂടി നമ്മളതിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇഫ് സൊല്യൂഷൻ കറസ്പോണ്ട് ഡബിൾ റൂട്ട് ആണെങ്കിൽ എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് വൈ പി ഓഫ് എക്സിൻ്റെ ടേം, ഈ വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സ് റേസ് ടു എൻ ആണ് നമ്മൾ ആർ ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. അതിൽ വൈ പി ഓഫ് എക്സ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇതിലേതെങ്കിലും ഒരു ടേം നമ്മുടെ ഹോമോജീനിയസ് പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൂട്ടിനോട് ഈക്വലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റൂട്ടിൽ നമ്മളൊരു എക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മുടെ ആൻസർ എഴുതാനായിട്ട്. അതായിരിക്കും നമ്മുടെ വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും നിങ്ങൾക്കത്. സം റൂൾ എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ടേം ഇതിൽ ഒറ്റ ഫംഗ്ഷനായിട്ടും തരാം, അല്ലെങ്കിൽ ഇതിലേതിൻ്റെയെങ്കിലും സം ഫംഗ്ഷനായിട്ടും തരാം. അപ്പോൾ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇ റേസ് ടു 2x പ്ലസ് എക്സ് സ്ക്വയർ തരികയാണെങ്കിൽ ഈ ഫോമും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ വൈ പി ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു, ഇതിൻ്റെ ഫോമിൽ വൈ പി ഓഫ് എക്സും കണ്ടുപിടിക്കുന്നു, രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ടോട്ടൽ വൈ പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വൈ പി 1 ഓഫ് എക്സ് വൈ പി 2 ഓഫ് എക്സ് രണ്ടും കൂടി അഡീഷൻ ആയിരിക്കും ടോട്ടൽ വൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതാണ് ഈ 3 റൂള് നമ്മൾ പറയുന്നത്.